വിശദമായ വാർത്തയിലേക്ക്. കണ്ണൂർ വൈസ് ചാൻസലർ നിയമനത്തിൽ വീണ്ടും സർക്കാരിനെ വെട്ടിലാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ ഹൈക്കോടതി അയച്ച നോട്ടീസ് ഗവർണർ സർക്കാരിലേക്ക് അയക്കും. ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ചാൻസലർക്കാണെന്നും താൻ 8-ാം തീയതി മുതൽ ചാൻസലർ അല്ലെന്നുമാണ് ഗവർണറുടെ നിലപാട്. നോട്ടീസ് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്നും ഗവർണർ പറഞ്ഞു. Notice has been issued to the Chancellor, not to Arif Muhammad Khan. And I have from 8th onward, I am not functioning as Chancellor. I've told you why I should repeat it again and again. This is not my constitutional duty. This is a duty which has been given to me by the Government of Kerala through a legislation. Why they should want to interfere? They can take the decisions on their own. I am saying you become the Chancellor. Please spare me. I don't want to have confrontation with my own government. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂർ വൈസ് ചാൻസലർ നിയമനത്തിൽ പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നടപടി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഒരു അസാധാരണ പ്രതിസന്ധിയാണ് ഇത് രൂപപ്പെടുത്തുന്നത്. കാരണം ചാൻസലർ പദവിയിലേക്ക് താൻ ഇനിയില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു ഗവർണറുടെ നിലപാട്. പക്ഷേ ഈ കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യത്തോട് സത്യവാങ്മൂലം പോലും നൽകുന്നില്ല, മറിച്ച് അത് സർക്കാർ നൽകട്ടെ എന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നതോടെ ഒരു അസാധാരണ പ്രതിസന്ധിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. അതായത് നിയമനത്തിന് അംഗീകാരം നൽകിയത് തനിക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നതാണ് ഗവർണർ ഉന്നയിച്ച വിവാദം. ഇതേ തുടർന്ന് അദ്ദേഹം നിയമനത്തിന് അംഗീകാരം നൽകി, തനിക്ക് സമ്മർദ്ദത്തെ തുടർന്ന് ഒപ്പിടേണ്ടി വന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഇപ്പോൾ ഇതൊരു നിയമപ്രശ്നമാകുമ്പോൾ ഗവർണറോട് സ്വാഭാവികമായും കോടതി ചോദിക്കുമ്പോൾ അതിൽ ചാൻസലർ എന്ന അർത്ഥത്തിൽ താൻ ഇനി ഇല്ല എന്ന് ഗവർണർ മറുപടി പറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് വലിയ പ്രതിസന്ധിയായി മാറും. സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. കാരണം ചാൻസലർ പദവി ഭരണഘടനാപരമായി ഇപ്പോൾ ഗവർണറാണ് ആ പദവി വഹിക്കേണ്ട വ്യക്തി. പക്ഷേ ആ പദവിയിൽ താൻ ഇനി ഇല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നിലപാടെടുത്തിട്ടുമുണ്ട്. സ്വാഭാവികമായും അത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നതാണ് സാഹചര്യം. ഈ കണ്ണൂർ VC നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോടതിയിൽ നിലവിലുള്ള നിയമ ഹർജിയിലെയും അത് ഗുരുതരമായി ബാധിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും സർക്കാരിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ തുടർ നീക്കമാണ് ഏറെ പ്രസക്തമാവുന്നത്. ശരി, ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് 1383 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് DPR. പദ്ധതി 190 കിലോമീറ്റർ ഗ്രാമങ്ങളിലൂടെയും 88 കിലോമീറ്റർ വയൽ തണ്ണീർത്തടങ്ങളിലൂടെയും കടന്നുപോകും. പദ്ധതിക്കായി മലകളും കുന്നുകളും ഇടിച്ചു മാറ്റേണ്ടി വരുമെന്നും DPRന്റെ എക്സിക്യൂട്ടീവ് സമ്മറി വ്യക്തമാക്കുന്നു. കേരള പദ്ധതിയുടെ വിശദാംശങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് പുറത്തുവന്നത്. ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ റെയിൽ യാത്രാ സൗകര്യം അപര്യാപ്തമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 1383 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ഇതിൽ 1198 ഹെക്ടർ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കണം. റെയിൽവേയുടെ കൈവശമുള്ള 185 ഹെക്ടർ ഭൂമിയും പദ്ധതിക്കായി വേണ്ടിവരും. പാതയുടെ 190 കിലോമീറ്റർ ഗ്രാമങ്ങളിലൂടെയും 88 കിലോമീറ്റർ വയൽ തണ്ണീർത്തടങ്ങളിലൂടെയും കടന്നുപോകുമെന്നും DPR ചൂണ്ടിക്കാട്ടുന്നു. ചെറിയ നഗരങ്ങളിലൂടെ 50 കിലോമീറ്ററും വലിയ അല്ലെങ്കിൽ ഇടത്തരം നഗരങ്ങളിലൂടെ 40 കിലോമീറ്ററും പദ്ധതി കടന്നുപോകും. കൊച്ചി നഗരത്തിലൂടെ 3 കിലോമീറ്റർ പാതയുണ്ടാകും. പാതയിൽ 11.5 കിലോമീറ്റർ തുരങ്കങ്ങളാണ്. 13 കിലോമീറ്ററോളം പാലങ്ങളാണ്. തറനിരപ്പിന് മുകളിലൂടെ 88.41 കിലോമീറ്ററും തറനിരപ്പിലൂടെ 292.72 കിലോമീറ്ററും കടന്നുപോകുന്നു. ചിലവ് കുറയ്ക്കാൻ മലകൾ തുറക്കണമെന്നും കുന്നുകൾ നികത്തണമെന്നും നിർദ്ദേശമുണ്ട്. പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ചെലവ് 63,940 കോടിയാണ്. കേരള കോർപ്പറേഷനു വേണ്ടി സിസ്ട്ര എന്ന സ്വകാര്യ സ്ഥാപനമാണ് DPR തയ്യാറാക്കിയിട്ടുള്ളത്. റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
കേരയിൽ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ വിദേശ കമ്പനികളുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏതെല്ലാം വിദേശ കമ്പനികളുമായിട്ടാണ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണം. വികസന പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുന്നതിൽ ദുരൂഹതയുണ്ട്. കേരയിൽ സമരപരിപാടികൾ ആലോചിക്കാൻ ഉടൻ UDF യോഗം ചേരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൺസൾട്ടൻസികൾ വെക്കലാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആറന്മുള വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ 4 കൊല്ലമായിട്ട് അതിൻ്റെ കൺസൾട്ടൻസിയുടെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്ഥലം ഇല്ലാതെ ഈ കൺസൾട്ടൻസി എന്ത് ചെയ്യാനാണ്? വിമാനത്താവളം എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് സ്ഥലം മനസ്സിലായാലല്ലേ കൺസൾട്ടൻസിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൺസൾട്ടൻസിക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതുപോലെയുള്ള പരിപാടിയൊന്നും കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടും കേരളത്തെ മുഴുവൻ ഭാവിയിൽ അപകടത്തിലാക്കിക്കൊണ്ടും കടക്കെണിയിലാക്കിക്കൊണ്ടും പാരിസ്ഥിതികമായ കേരളത്തെ തകർത്തുകൊണ്ടുള്ള ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ഒരു പദ്ധതി നാടിന്റെ ആവശ്യമാണെന്ന് വന്നാൽ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ കടമ. ഹൈവേ വികസനത്തിൽ മതിയായ നഷ്ടപരിഹാരം നൽകിയതുപോലെ തന്നെ സിൽവർ ലൈനിലും നൽകും. വികസനത്തെ തടയുന്ന ക്ഷുദ്രശക്തികളെ തടയാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയും ഉപദ്രവിക്കാനല്ലോ സർക്കാർ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ റോഡിന് വീതി വേണമെങ്കിൽ അതിനടുത്തുള്ള സ്ഥലം വേണം. അപ്പോ മതിയായ നഷ്ടപരിഹാരം നൽകുക. എല്ലാവരും തൃപ്തരാണല്ലോ. എന്തെങ്കിലും തെറ്റായൊരു ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അപ്പോ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കുക. ആരും ദുഃഖിക്കേണ്ടി വരില്ല. ആരെല്ലാം ഇതിന്റെ ഭാഗമായി വിഷമം അനുഭവിക്കുന്നോ അവരുടെ എല്ലാം കൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുണ്ടാകും. ഭൂമി നഷ്ടപ്പെടുന്നവരല്ല കേരളിനെ എതിർക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സിൽവർ ലൈൻ കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണ്. രാഷ്ട്രീയ എതിർപ്പിന് മുന്നിൽ പദ്ധതി ഉപേക്ഷിക്കില്ല. ഭൂമി നഷ്ടപ്പെടുന്നവരെ സർക്കാർ പുനരധിവസിപ്പിക്കും. രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയെ കേരളത്തിൽ എതിർക്കുന്നത് BJPയും കോൺഗ്രസും SDPIയുമാണെന്നും കോടിയേരി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട പോലീസ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. സംവിധായകൻ ബാലചന്ദ്രകുമാർ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വിചാരണ നിർത്തിവെച്ച് അന്വേഷണത്തിന് അനുമതി നൽകണമെന്നാണ് ആവശ്യം. കേസിലെ സാക്ഷികളെ പ്രതി ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ദിലീപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടതായും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ഇത് സാധൂകരിക്കുന്നതിനായി ചില ശബ്ദ സന്ദേശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഫെബ്രുവരിയോടെ വിചാരണ പൂർത്തിയാക്കാനിരിക്കെ വിചാരണ കോടതിയുടെ തീരുമാനം കേസിൽ നിർണായകമാകും. വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ ഹർജികൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. പ്രതികളുടെ ഫോൺ വിളികളുടെ യഥാർത്ഥ രേഖകൾ ഹാജരാക്കുക, ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഹർജി. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് 2846 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 69,852 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി 4.07%. 12 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 199 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 47,277. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് ഈ മാസം 30 മുതൽ ജനുവരി 2 വരെ പ്രഖ്യാപിച്ച രാത്രി നിയന്ത്രണങ്ങൾ ആരാധനാലയങ്ങൾക്കും ബാധകം. രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെ ദേവാലയങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലും ഒരു തരത്തിലുള്ള കൂടിച്ചേരലുകളും അനുവദിക്കില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സ്വയം സാക്ഷ്യപത്രം കയ്യിൽ കരുതണമെന്നും അധികൃതർ വ്യക്തമാക്കി. രാത്രികാല കർഫ്യൂവിൽ നിന്ന് ശബരിമല, ശിവഗിരി തീർത്ഥാടനങ്ങളെ ഒഴിവാക്കും. തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ നിയന്ത്രണങ്ങൾ തടസ്സമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. തിരുവനന്തപുരം, പത്തനംതിട്ട കളക്ടർമാർ നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് തീർത്ഥാടകരെ ഒഴിവാക്കിയതെന്ന് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക് പ്രകാരം 781 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഡൽഹിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു.
വടക്കൻ പറവൂരിൽ യുവതി വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത. മരിച്ചത് കുടുംബത്തിലെ മൂത്ത മകളാണെന്നാണ് പോലീസ് നിഗമനം. ഒളിവിൽ പോയ ഇളയ സഹോദരി ജിത്തുവിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. വടക്കൻ പറവൂർ പെരുവാരം പ്രസാദത്തിൽ ശിവാനന്ദന്റെ മൂത്ത മകൾ വിസ്മയാണ് മരിച്ചത്. ശിവാനന്ദനും ഭാര്യയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് വിസ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന വഴി നമ്മുടെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പറയുന്നത്, ഇങ്ങനെ തന്റെ പെങ്ങള് താമസിക്കേണ്ട വീടിന്റെ ഫ്രണ്ടിലെ പെൺകുട്ടി ഇങ്ങനെ മണ്ണെണ്ണ വെച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഇവിടെ വെച്ചിട്ട് ഒരു ലോക്കറ്റ് കണ്ടപ്പോൾ മൂത്ത മകളുടെ കഴുത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അതില് നമുക്കറിയില്ല ബാക്കി. പൊള്ളലേറ്റതാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞതിനാൽ മുറിപ്പാടുകളോ ക്ഷതങ്ങളോ കണ്ടെത്താനായില്ല. സംഭവശേഷം സ്ഥലത്തു നിന്നും അപ്രത്യക്ഷയായ സഹോദരി ജിത്തുവിനെ കണ്ടെത്തിയാൽ മാത്രമേ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാവൂ എന്ന് പോലീസ് പറഞ്ഞു. പറവൂർ പട്ടണത്തിലൂടെ ജിത്തു നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സ്വഭാവം ജിത്തുവിനുണ്ടെന്നും പോലീസ് പറയുന്നു. എന്തിനാണ് മരണപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബാഡി വിട്ടുകൊടുത്തിട്ടുണ്ട്, ഫ്യൂണറൽ മറ്റു കാര്യങ്ങളൊക്കെ. എങ്ങനെ ഇത് സംഭവിച്ച് മറ്റേ പെൺകുട്ടിയും നമ്മൾ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ ലീഡ് കിട്ടും. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹത്തിൽ കണ്ടെത്തിയ മാലയുടെ ലോക്കറ്റും മാതാപിതാക്കളുടെ മൊഴിയും അടിസ്ഥാനപ്പെടുത്തിയാണ് മരിച്ചത് വിസ്മയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി DNA പരിശോധന നടത്തും. വിസ്മയുടെ മൊബൈൽ ഫോണുമായാണ് ജിത്തു ഒളിവിൽ പോയത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ്. ജിത്തുവിന്റെ പ്രണയത്തെ വിസ്മയ എതിർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ജിത്തുവിന്റെ ആൺ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ജിത്തു വീട്ടുകാരെ ഉപദ്രവിച്ചിരുന്നതായി നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട് അമ്പലവയലിൽ 68കാരന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതിയായ അമ്മയെയും പെൺകുട്ടികളെയും സംഭവസ്ഥലത്തെത്തിച്ചാണ് തെളിവെടുത്തത്. തിരുവനന്തപുരം പേട്ടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. ചാക്ക സ്വദേശി അനീഷ് ജോർജാണ് കൊല്ലപ്പെട്ടത്. അനീഷിനെ കുത്തിയ ലാലൻ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ലാലിന്റെ വീട്ടിൽ അനീഷ് എത്തിയതിലെ ദുരൂഹത അന്വേഷിക്കുകയാണ്. മോഷ്ടാവെന്ന് കരുതിയാണ് ആക്രമിച്ചതെന്ന് ലാലൻ മൊഴി നൽകി. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരന് വെട്ടേറ്റു. പമ്പിൽ മൊബൈൽ ഫോൺ വിലക്കിയതാണ് പ്രകോപനത്തിന് കാരണം. കൈക്ക് ഗുരുതരമായി വെട്ടേറ്റ അനന്തുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടത്തിയ വിഴിഞ്ഞം സ്വദേശി സഫറുള്ളയ്ക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വാളയാർ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI രക്ഷിതാക്കളുടെ മൊഴി മുഖവിലക്കെടുത്തില്ലെന്നാരോപിച്ച് അന്വേഷണ സംഘത്തിന് പെൺകുട്ടികളുടെ അമ്മ കത്ത് നൽകി. CBI DYSP TP അനന്തകൃഷ്ണന് നൽകിയ കത്തിൽ ധൃതി പിടിച്ച് കുറ്റപത്രം നൽകിയത് ദുരൂഹമാണെന്നും തന്റെയും ഭർത്താവിന്റെയും സാക്ഷികളുടെയും നുണപരിശോധന നടത്തണമെന്ന ആവശ്യം നിരാകരിച്ചത് ശരിയായില്ലെന്നും പറയുന്നു. കുറ്റപത്രത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. പോലീസിൽ RSS സ്വാധീനമുണ്ടെന്ന് കോടിയേരി. നിർണായക സ്ഥാനങ്ങളിലെത്താൻ RSS അനുഭാവികളുടെ ശ്രമമുണ്ട്. CPM അനുകൂലികൾക്ക് താൽപര്യം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാനെന്നും കോടിയേരി പത്തനംതിട്ട സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കി. തന്റെ അച്ഛനും വഖഫ് നിയമനവും തമ്മിൽ എന്ത് ബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ അച്ഛൻ ചെത്തുകാരനായതിൽ എന്താണ് പ്രശ്നം? വേറെയും ചില കാര്യങ്ങൾ മുസ്ലിം ലീഗ് റാലിയിൽ പറഞ്ഞു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയണമെന്ന് മാത്രമേ അതേപ്പറ്റി പറയാനുള്ളൂവെന്നും പിണറായി ആവർത്തിച്ചു. തൃശൂർ ചാലക്കുടി മേലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. അപകടകാരിയായ പോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഏറെ നേരം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. ഒടുവിൽ വനപാലകരെത്തി കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടുകയായിരുന്നു. പോത്തിനെ കൊല്ലത്തിരുമേട് വനത്തിൽ എത്തിക്കും. കൊച്ചി പനമ്പള്ളി നഗറിൽ ശ്രീകൃഷ്ണ ക്ലിനിക് ആൻഡ് ക്യാൻസർ റിസർച്ചിന്റെ പുതിയ കെട്ടിടം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 40 വർഷത്തെ സമർപ്പിത സേവനത്തിന് അംഗീകാരമായി ഡോക്ടർ S. കൃഷ്ണകുമാറിന് മന്ത്രി P. പ്രസാദ് അവാർഡ് സമ്മാനിച്ചു. ഡോക്ടർ ബോസ് ഓഫീസ് TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബോസ് ലോഗോ ദലിമ ജോജോ MLA പ്രകാശനം ചെയ്തു. കൊച്ചി ഡെപ്യൂട്ടി മേയർ K. അൻസിയ, ഡോക്ടർ ബോസ് MD യദു കൃഷ്ണൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഡോക്ടർ KV ഷൈൻ, റവറൻഡ് റെജി ജോർജ്, അഡ്വക്കേറ്റ് PS ജ്യോതിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കുടിവെള്ളവും ശുചിത്വവും ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നദീ ഭൂപടം തയ്യാറാക്കുകയാണ് ഉത്തരാഖണ്ഡ്. വേൾഡ് വൈൽഡ് ഫണ്ട്, നേച്ചർ ഇന്ത്യയും റെക്കിറ്റും ചേർന്നാണ് ഈ ഉദ്യമം നടപ്പാക്കുന്നത്. നദികൾ സംരക്ഷിക്കാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്. ന്യൂസ് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട്. Uttarakhand is in the headwaters of the Ganga. It's very important for us to maintain the river connectivity. The river has to flow from upstream to downstream. What is happening is that there are many interventions, human interventions, which are actually disrupting the connectivity of rivers. It alters the flows, it alters the flow of sediments, which is important for downstream river as well as fertility. It impacts the flow of energy. It impacts the flow of biota, which is essentially the microorganisms as well as the fish species downstream. Idea behind this free-flowing river atlas of Uttarakhand is to map those last remaining free-flowing rivers or connected rivers in Uttarakhand. So this is also an idea to spin the conversation little differently from restoring a river from after degradation to a scenario when we can actually protect the pristine rivers as is. It is supported by RECIT in its Ganga program. The objective of the free-flowing river atlas mapping is twofold. One, identify those last remaining free-flowing rivers or connected rivers. Second, raise the profile of these rivers and how critical it is for the ecosystem services of the rivers that we care about, and how we can come together to put together a plan and an action to conserve this for posterity. But the message that we are trying to also convey is that it makes absolute business sense to conserve and keep a pristine river rather than waiting for the degradation to happen and then come up with a rejuvenation plan. So can we actually do that, protect the pristine rivers upfront? ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.